ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ ഐട്ടൺ കേട്ടോ. ആ കസ്റ്റമർ കംപ്ലയിൻറ്റ് ഡെൻറ്റിങ്ങും കാര്യങ്ങളും വന്നാൽ പിന്നെ കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ മൈലേജ് ഭയങ്കര ഷോർട്ടിങ് ഉണ്ട് എന്നാണ്. അതിൽ ഷോർട്ടിങ് ഉണ്ട് പറഞ്ഞ കസ്റ്റമർ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് അതിൻ്റെ എയർ ഫിൽറ്റർ അയച്ചു നോക്കിയിട്ട് എയർ ഫിൽറ്റർ അയച്ചു നോക്കിയ സമയത്ത് ഭയങ്കര ബ്ലോക്കാണ്. എന്താ എയർ ഫിൽറ്റർ അയച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്ലഗും കാര്യങ്ങളും അയച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ തോട്ടിപ്പൊടിയും ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ എയർ ഫിൽറ്റർ കാണിച്ചാൽ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഉണ്ടോ, ഭയങ്കര ബ്ലോക്ക് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. ഈ ഒരു എയർ ഫിൽറ്റർ കൊണ്ട് നല്ലപോലെ മൈലേജ് ഷോട്ടും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. നല്ല ഇത് സർവീസ് ചെയ്യുമ്പം നേർക്ക് സർവീസ് ചെയ്യാത്തതുകൊണ്ട് പ്രശ്നങ്ങളാണ് കേട്ടോ. സർവീസ് ചെയ്യുന്ന സമയത്ത് ഇത്രയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. ഇത്രയൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നല്ലപോലെ മൈലേജ് ഷോട്ടും കാര്യങ്ങളും വരും. പിന്നെ ഉള്ളത് ഇതിൻ്റെ പ്ലഗും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലഗ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലഗിൻ്റെ കണ്ടീഷൻ, പ്ലഗ് ഏകദേശം മിസ്സിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു സിലിണ്ടർ മിസ്സിങ് കാണിക്കുന്നുണ്ടായിരുന്നു. പ്ലഗ് ചെറിയ ഷോർട്ടിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലഗ് മാറിയിട്ടുണ്ട്. 4 പ്ലഗ് മാറിയിട്ടുണ്ട് കേട്ടോ. പ്ലഗ് കണ്ടോ, അതിൻ്റെ പ്ലഗ്. അപ്പോൾ 4 പ്ലഗും മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ത്രോട്ടിൽ പൊടി നല്ല അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ മൈലേജ് ഷോട്ട് ഉണ്ടാവും. നല്ലപോലെ മൈലേജ് ഷോട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളും ബാഡായിരുന്നു, അതായത് പക്കയല്ല. ത്രോട്ടിൽ പൊടിൻ്റെ അവസ്ഥ ഉണ്ടോ, കട്ട കുത്തിയ പോലെ അഴുക്ക്. ഇത്രയും അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരിക്കലും മൈലേജ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 30,000 കിലോമീറ്റർ 40,000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് ത്രോട്ടിൽ പൊടി അയച്ച് ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ. നല്ല മൈലേജും കാര്യങ്ങളും ഉണ്ടാകും. കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് ഉണ്ടായി കിട്ടും. അപ്പോൾ ഇതിൽ ത്രോട്ടിൽ പൊടി അയക്കണം. ത്രോട്ടിൽ പൊടി അയച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്യാൻ അതിൻ്റെ IAC വാൽവ് ഉണ്ടായിരിക്കും. IAC വാൽവ് നല്ല അഴുക്കും കാര്യങ്ങളുണ്ടാവും. ഇത്രയും അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നല്ലപോലെ അഴുക്കും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് അയച്ചിട്ട് ക്ലീൻ ചെയ്യാം. മൈലേജ് പിള്ളേക്കാളും നല്ലപോലെ മൈലേജ് ഉണ്ടാവും കേട്ടോ. അതെന്തായാലും ഷുവറാണ്. അതിന് മാത്രം ബ്ലോക്കാണ്. അതായത് ത്രോട്ടിൽ ബോഡി കംപ്ലൈൻ്റ് ആണ്, എയർ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആണ്, സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി അയച്ചിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡിയൊക്കെ അയക്കുന്നതിന് മുന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. RPM കയറുന്നതിന് അങ്ങനത്തെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ, ചാനലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ത്രോട്ടിൽ ബോഡി. അപ്പോൾ 4 ബോൾട്ട് ഉണ്ടായിരിക്കും. 4 ബോൾട്ട് അയക്കുക. പിന്നെ ആക്സൈറ്റിൻ്റെ കേബിൾ അയക്കുക. പിന്നെ അത് അവിടെ ഒരു വാക്കത്തിൻ്റെ ഹോസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും. എത്ര അയച്ചു കഴിഞ്ഞാൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് IAC വാൽവ് അഴിക്കണം. പിന്നെ അത് ഇതൊക്കെ അഴിച്ച് ത്രോട്ടിൽ പൊടി ക്ലീനർ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ച് പണിയുണ്ട്, നല്ല അഴുക്കുണ്ടാവുകൊണ്ട് കുറച്ച് നേരം പണിയെടുത്ത് ക്ലീൻ ചെയ്യണം. അതായത് നമ്മൾ ഡീസൽ വണ്ടിയിൽ ക്ലീൻ ചെയ്യാൻ അത്ര പണിയില്ല, എന്നാലും ഇത്രയും അഴുക്കുണ്ടാവുകൊണ്ട് കുറച്ച് നേരം ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് 2 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് IAC വാൽവ് അയച്ചെടുക്കാൻ പറ്റും. 10ൻ്റെ 2 ബോൾട്ടാണ് കേട്ടോ. അപ്പോൾ ആ 2 ബോൾട്ട് അയച്ചിട്ടുണ്ട്. IAC വാൽവിൻ്റെ ഉള്ളിൽ നല്ല കരി ഉണ്ട് കേട്ടോ. കരി ഉണ്ടാവും ഉള്ളിൽ. അത്രയും കരി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ കരി ഉണ്ടാവായിരിക്കില്ല. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ത്രോട്ടിൽ പൊടി അടിച്ചിട്ട് ക്ലീൻ ചെയ്യുക. റസ്റ്റ് സ്റ്റോപ്പും കാര്യങ്ങളും അടിച്ച് ക്ലീൻ ചെയ്ത് അപ്പോൾ അതിൽ ഓയിൽമയം ഉണ്ടാവും. പെട്ടെന്ന് പിന്നെ പൊടി കാര്യങ്ങൾ കയറും. ഒന്നെങ്കിൽ പെട്രോൾ നനച്ച് തുറയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ പൊടി ക്ലീനർ ഉണ്ടെങ്കിൽ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കരി ഇളകിന് പോയിട്ടോ. കരി പോയിട്ടുണ്ടോ. നമ്മൾ അടിക്കുന്നത് ത്രോട്ടിൽ പൊടി ക്ലീനറാണ് കേട്ടോ. റെസ്റ്റോപ്പ് അടിക്കരുത്. റെസ്റ്റോപ്പ് അടിച്ച് കഴിഞ്ഞാൽ അതായത് റെസ്റ്റോപ്പിൽ ഒരു ഓയിൽമയം ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കയറ്റി ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടി പെട്ടെന്ന് അതിമേ പറ്റി പിടിക്കും. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ എല്ലാ ഭാഗം ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ നേരെ ഫിറ്റ് ചെയ്യണം.